എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. 24-ാം അധ്യായത്തിൽ തുടങ്ങുന്ന യേശു കർത്താവിന്റെ ഒലിവുമല പ്രഭാഷണം 4 ഉപമകളോടെയാണ് അവസാനിപ്പിക്കുന്നത്. ആദ്യത്തെ ഉപമ ദുഷ്ടദാസന്റെ ഉപമയാണ്. ബാക്കിയുള്ള 3 ഉപമകൾ 25-ാം അധ്യായത്തിൽ വായിക്കുന്ന 10 കന്യകമാരുടെ ഉപമ, താലന്തുകളുടെ ഉപമ, ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും ഉപമ എന്നിവയാണ്. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് സ്വർഗരാജ്യത്തെയും തന്റെ തിരിച്ചുവരവിനെയും കുറിച്ച് പ്രബോധിപ്പിക്കാൻ 10 കന്യകമാരുടെ ഉപമ എന്നറിയപ്പെടുന്ന വിപുലമായ ഒരു ഉപമ പറയുന്നതായി നാം വായിക്കുന്നു. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകുന്നു. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കുകളോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങി ഇരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ എന്ന് കർത്താവ് പറയുന്നതായി നാം വായിക്കുന്നു. ഈ ഉപമയിൽ യേശുക്രിസ്തു സ്വർഗരാജ്യത്തെ മണവാളനെ എതിരേൽക്കുന്ന 10 കന്യകമാരുമായി താരതമ്യപ്പെടുത്തുന്നു. ഇവരിൽ 5 പേർ വിവേകമതികളായും 5 പേർ മൂഢരായും ചിത്രീകരിക്കപ്പെടുന്നു. വിവേകമതികളായ കന്യകമാർ അവരുടെ വിളക്കുകൾക്കൊപ്പം എണ്ണയും കൊണ്ടുവന്നു. എന്നാൽ മൂഢരായിരുന്ന കന്യകമാർ എണ്ണ കൊണ്ടുവന്നില്ല. മണവാളൻ വൈകിയപ്പോൾ എല്ലാവരും ഉറങ്ങി. അർദ്ധരാത്രിയിൽ മണവാളന്റെ വരവ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ വിവേകമതികൾ തയ്യാറായിരുന്നു. എന്നാൽ മൂഢർക്ക് എണ്ണയുടെ അഭാവത്തിൽ വിളക്കുകൾ തെളിയിക്കാൻ കഴിയാതെ പോയി. അങ്ങനെ മൂഢർ എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ എത്തിയെന്നും തയ്യാറായിരുന്ന വിവേകമതികളായ കന്യകമാർ അവനോടൊപ്പം വിവാഹ വിരുന്നിൽ പ്രവേശിച്ചു. പിന്നെ വാതിൽ അടച്ചു എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. പിന്നീടെത്തിയ മൂഢർ വിരുന്നിലേക്കുള്ള വാതിൽ തുറക്കാൻ അപേക്ഷിച്ചു. എങ്കിലും അവരെ മണവാളൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഉപമയിലൂടെ കർത്താവ് നൽകുന്ന സന്ദേശം കർത്താവിന്റെ 2ാം വരവിന് ഒരുക്കവും ജാഗ്രതയും ആവശ്യമാണ് എന്നാണ്. കാരണം മനുഷ്യപുത്രന്റെ വരവ് ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കുമെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. 1-ാം വാക്യത്തിൽ സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും എന്ന് കർത്താവ് പറയുന്നു. 10 കന്യകമാർ എന്നത് സുവിശേഷത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹമായ സഭയെ പ്രതിനിധീകരിക്കുന്നു. 2 കൊരിന്ത്യർ 11-ന്റെ 2-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് സഭാവിശ്വാസി സമൂഹത്തെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു കന്യക എന്ന പോലെ ഉപമിച്ചിരിക്കുന്നതായി നാം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 25-ന്റെ 37-ാം വാക്യത്തിൽ സമാഗമന കൂടാരത്തിലെ വിളക്കുകൾ ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതീകമായി കാണപ്പെടുന്നതായി നാം വായിക്കുന്നു. 2-ാം വാക്യത്തിൽ അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു എന്ന് പറയുന്നതിൽ 5 വിവേകമതികളായ കന്യകമാർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധരും സുവിശേഷവും ദൈവാത്മാവും സംബന്ധിച്ച് ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ കാര്യത്തിലും രക്ഷയുടെ കാര്യത്തിലും ജ്ഞാനികളാണ് എന്നത് സൂചിപ്പിക്കുന്നു. അതായത് അധിക എണ്ണ കൈവശമുള്ള 5 കന്യകമാർ ക്രിസ്തുവിന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച രക്ഷാകരമായ വിശ്വാസമുള്ളവരെ പ്രതിനിധീകരിക്കുന്നു. വിഡ്ഢികളായിരുന്ന 5 കന്യകമാർ ക്രിസ്തീയ കൂട്ടായ്മയിൽ ഉണ്ടായിട്ടും യഥാർത്ഥമായി രക്ഷിക്കപ്പെടുകയോ വീണ്ടും ജനിക്കുകയോ പരിവർത്തനം ചെയ്യപ്പെടുകയോ ചെയ്യാത്ത ഓരോ മനുഷ്യനെയും സൂചിപ്പിക്കുന്നു. ബുദ്ധിയില്ലാത്തവർ എന്നതുകൊണ്ട് പിതാവായ ദൈവത്തെയോ ക്രിസ്തുവിനെയോ
അവന്റെ രക്ഷയെയോ സുവിശേഷത്തിന്റെ മൂല്യത്തെയോ അവർ അറിഞ്ഞിട്ടില്ല എന്നും ദൈവഭക്തിയുടെ ശക്തിക്കും ആത്മീക അനുഭവത്തിനും അവർ തീർത്തും അപരിചിതരാണ് എന്നതും സൂചിപ്പിക്കുന്നു. അതായത് എണ്ണയില്ലാത്ത 5 കന്യകമാർ ക്രിസ്തുവിനോടുള്ള യഥാർത്ഥ സ്നേഹമില്ലാതെ ക്രിസ്തീയ സമൂഹത്തിന്റെ നേട്ടങ്ങൾ ആസ്വദിക്കുന്ന വ്യാജ വിശ്വാസികളെ പ്രതിനിധീകരിക്കുന്നു. 3-4 വരെയുള്ള വാക്യങ്ങളിൽ ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കുകളോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു എന്ന് കർത്താവ് പറയുന്നതിൽ എണ്ണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവും രക്ഷയോട് അനുബന്ധിച്ചുള്ള പരിശുദ്ധാത്മാ അഭിഷേകം എന്നിവ സൂചിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 30-23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ സമാഗമന കൂടാരവും അതിന്റെ പാത്രങ്ങളെയും വ്യക്തികളെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിനുള്ള അഭിഷേക തൈലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം വായിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെയും അഭിഷേകത്തിന്റെയും പ്രതീകമായിരുന്നു എന്ന് വ്യക്തമാണ്. ബുദ്ധിയുള്ളവരോ വിളക്കുകളോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു എന്ന് പറയുന്നതിൽ പാത്രം എന്നത് ഹൃദയങ്ങളെയും വിളക്ക് എന്നത് ബാഹ്യമായി പ്രകടമാക്കുന്ന കർത്താവിനോടുള്ള അനുസരണവും എണ്ണ നിറയ്ക്കുക എന്നത് ആന്തരികമായി ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച് അഭിഷക്തരും ഹൃദയത്തിൽ ക്രിസ്തുവിനാൽ പ്രകാശിതരും ആകുന്നതിനെ സൂചിപ്പിക്കുന്നത്. ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന ആത്മാവ് പാത്രത്തിൽ സൂക്ഷിക്കുന്ന എണ്ണ പോലെ ക്രിസ്തീയ അനുസരണവും സൽപ്രവൃത്തികളും വിശുദ്ധിയും എന്ന പുറമേ കാണുന്ന വിളക്ക് ഒരിക്കലും കെടാതെ സൂക്ഷിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നു. 5-ാം വാക്യത്തിൽ പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി എന്നതിൽ മണവാളൻ താമസിച്ചു എന്നത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം മുതൽ അവന്റെ 2-ാം വരവ് വരെയും വിശുദ്ധന്മാർ പൊതുവായി പ്രതീക്ഷിച്ച് കാത്തിരുന്ന സമയത്തെ സൂചിപ്പിക്കുന്നു. എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി എന്നത് എല്ലാ ക്രിസ്ത്യാനികളും യേശുവിന്റെ വരവിനായി കാത്തിരിക്കുന്നതിനിടയിൽ അനുഭവിക്കുന്ന ആത്മീക മന്ദതയെ സൂചിപ്പിക്കുന്നു. ജ്ഞാനികളായ കന്യകമാർ ഉറങ്ങിയെങ്കിലും അവർക്ക് തൈലം ഉണ്ടായിരുന്നു എന്നത് ആത്മീക മന്ദത എല്ലാ വിശ്വാസികളിലും ഉണ്ടാകുമെങ്കിലും സത്യവിശ്വാസികളിൽ വിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നേക്കും നിലനിൽക്കും എന്നത് സൂചിപ്പിക്കുന്നു. 6-ാം വാക്യത്തിൽ അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി എന്നതിൽ അർദ്ധരാത്രി എന്നത് നനച്ചിരിക്കാത്ത നേരത്ത് കർത്താവ് വരുമെന്നതും ആർപ്പുവിളി എന്നത് ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന് ഒരുങ്ങാനും അവനെ സ്വീകരിക്കാനും വിശുദ്ധി തികച്ചുകൊണ്ട് ഒരുങ്ങിയിരിക്കുവാനുള്ള അന്തിമ മുന്നറിയിപ്പ് എന്നിവയെ സൂചിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ യഹോവയുടെ സന്ദർശനം വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും വീടുകളിൽ ഉണ്ടായി. പെസഹ കുഞ്ഞാടിന്റെ രക്തമില്ലാത്ത വീടുകളിൽ സംഹാരം നടന്ന സംഭവത്തിൽ സംഹാരദൂതന്റെ സന്ദർശനം അർദ്ധരാത്രി സമയത്തായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം വായിക്കുന്നു. വിശ്വാസത്തിൽ മന്ദമായിരിക്കുന്ന ജ്ഞാനികൾ അഥവാ സത്യവിശ്വാസികളെ സംബന്ധിച്ച സന്തോഷകരമായ ഒരു ഉണർവും യഥാസ്ഥാനപ്പെടലും ശരീരത്തിന്റെ വീണ്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുമാകും എന്ന് സൂചിപ്പിക്കുന്നു. 7-ാം വാക്യത്തിൽ അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു എന്നത് ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനുള്ള ഒരുക്കത്തിന് ആഹ്വാനം നൽകുമ്പോൾ ഉള്ള സകലരുടെയും അന്തിമ പ്രതികരണത്തെ സൂചിപ്പിക്കുന്നു. വിളക്ക് തെളിയിച്ചു എന്നത് ആത്മീകമായ ഒരുക്കത്തെയും ജീവിതത്തെക്കുറിച്ചുള്ള ആത്മപരിശോധനയെയും വിശുദ്ധീകരണത്തിൽ മുന്നേറുന്നതും സത്യവിശ്വാസം ഉറപ്പാക്കുന്നതും ഒക്കെ സൂചിപ്പിക്കുന്നു. 8-9 വാക്യങ്ങളിൽ എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിനെന്ന് ഉത്തരം പറഞ്ഞു എന്നത് ദൈവകൃപ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൈമാറാനാകാത്തതാണ് എന്നും രക്ഷയും ദൈവാത്മാ അഭിഷേകവും വിശ്വാസത്താൽ വ്യക്തിപരമായി നേടേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. വിശുദ്ധന്മാർക്ക് ആർക്കും മറ്റൊരാളുടെ രക്ഷ ഉറപ്പാക്കാൻ കഴിയുകയില്ല എന്നും ദൈവത്തിന്റെ രക്ഷാകര കൃപ വ്യക്തിപരമാണ് എന്നും സൂചിപ്പിക്കുന്നു. എണ്ണ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്നതിൽ ദൈവാത്മാവെന്ന കൃപാദാനം കർത്താവിൽ നിന്ന് തന്നെ വ്യക്തിപരമായി പ്രാപിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നു. മൂഢരായ കന്യകമാർ അവസാനം മാത്രം ഇത് തിരിച്ചറിയുന്നു എന്നത് സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യം. ഈ ജീവിതത്തിൽ അവഗണിക്കുന്നവർ അവസാനം മാത്രമേ അതിന്റെ ഗൗരവവും ആപത്തും മനസ്സിലാക്കൂ എന്നത് സൂചിപ്പിക്കുന്നു. 10-11 വാക്യങ്ങളിൽ അവർ വാങ്ങുവാൻ പോയപ്പോൾ
മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു എന്നത് വ്യാജ വിശ്വാസികൾ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്ര നയിക്കപ്പെട്ടിട്ടും കർത്താവിന്റെ അടുക്കൽ പോയില്ല എന്നത് സൂചിപ്പിക്കുന്നു. അവർ കർത്താവിന്റെ അടുക്കൽ പോയിരുന്നെങ്കിൽ അവർ അവനെ കണ്ടുമുട്ടി രക്ഷയും ദൈവാത്മാവും പ്രാപിക്കുമായിരുന്നു എന്നും, എന്നാൽ അവർ മറ്റൊരു വഴിക്ക് കർത്താവിനെ കാണാതെ പോയി എന്നും വാങ്ങിക്കൊണ്ടുവന്നു എന്നത് സ്വന്തം പ്രവൃത്തികളാൽ രക്ഷ ലഭിച്ചു എന്ന് കരുതി അതിൽ ആശ്രയിച്ച് ഒരുങ്ങിയിരിക്കുന്നവരെ സൂചിപ്പിക്കുന്നു. എന്നാൽ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് സ്വർഗീയ പ്രവേശനം സാധ്യമാണ് എന്ന് കരുതിയ അവരുടെ ശ്രമങ്ങൾ വ്യർത്ഥവും നിഷ്ഫലവുമായിരുന്നു എന്നത് അവർക്ക് മുൻപാകെ വാതിൽ അടയ്ക്കപ്പെട്ടു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. 12-ാം വാക്യത്തിൽ അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന ഉത്തരം ദൈവവുമായി ഒരു അവ്യക്തമായ ബന്ധം മാത്രം ഉണ്ടായിരുന്നവരെ ക്രിസ്തു അന്ത്യനാളിൽ ബഹിഷ്കരിക്കുമെന്നതിനെ സൂചിപ്പിക്കുന്നു. മത്തായി 7-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ പ്രവർത്തിച്ച എന്നാൽ അധർമ്മികളായിരുന്ന രക്ഷിക്കപ്പെടാത്ത വ്യാജ വിശ്വാസികളെ കർത്താവ് പുറത്താക്കുന്നത് ഇതിനോട് സമമാണ് എന്ന് മനസ്സിലാക്കാം. ഉൽപ്പത്തി 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ നോഹയുടെ കാലത്ത് പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചതുപോലെ ഇവിടെ വിവാഹ വിരുന്നിന്റെ വാതിൽ അടയ്ക്കപ്പെടുന്നത് കർത്താവിന്റെ വരവിൽ വിശ്വാസികളായവർക്ക് രക്ഷ ഉറപ്പാക്കപ്പെടുമ്പോൾ വ്യാജ വിശ്വാസികൾ പുറത്താക്കപ്പെടും എന്നത് സൂചിപ്പിക്കുന്നു. 13-ാം വാക്യത്തിൽ ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പിൻ എന്ന് കർത്താവ് പറയുന്നതിൽ ഈ ഉപമയുടെ പാഠമായി വിശ്വാസികൾ ഒരിക്കലും ആത്മീകമായി അലംഭാവത്തിൽ ജീവിക്കരുത്. കാരണം കർത്താവിന്റെ അപ്രതീക്ഷിത വരവിന്റെ സമയത്തെക്കുറിച്ച് ആരും അറിയില്ല എന്നതിനാൽ ഏത് നിമിഷവും സത്യവിശ്വാസത്തിലും തികഞ്ഞ വിശുദ്ധിയിലും ജാഗ്രതയോടെ ഒരുങ്ങി ഇരിക്കണമെന്ന് കർത്താവ് ഇവിടെ ഉപദേശിക്കുന്നു.